എല്ലാവർക്കും ഹായ്. വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയവ് കരുതുക. കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിഗണിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ ശ്രദ്ധയോടെ നോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ അവലോകനം 2025 ഏപ്രിൽ 17 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ന് 58 സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രാതിനിധ്യമാണ്. കമ്പനിയുടെ ഫലം 10.4. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1.8 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് വിപണിയിൽ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. എട്ട് 8.6% എന്ന ഉപവിഭാഗത്തിലെ പ്രൈസ് ഡൈനാമിക്സിനെതിരെ. ഇത് അവ്യക്തമായി ഒന്നും പറയുന്നില്ല, പക്ഷേ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. $1,253 ബില്യൺ ഉപവിഭാഗ വിപണി മൂലധനം. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $71.56 ബില്യൺ. $207 ബില്യൺ ഉപവിഭാഗം മൂലധനം. എക്സ്ചേഞ്ചിന്റെ ഓഹരികളും ബുക്ക് മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പുസ്തക മൂല്യം 34.637%. വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 17% കൂടുതലാണിത്. ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്ത കമ്പനിയുടെ കടങ്ങൾ $37.922 ബില്യൺ. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ 53% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള റേറ്റിംഗ് സഹിക്കാവുന്ന 0 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും 17 ആണ്. ഉപവിഭാഗ ശരാശരി 23.1 ആണ്. ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 26% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $21,807 മില്യൺ. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം $26,645 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 22.2% കൂടുതലാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 4.2 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 3.2 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 31% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $89,320 മില്യൺ. വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $105,540 മില്യൺ. നിലവിലെ സമയത്തേക്കാൾ 18% കൂടുതലാണിത്.
ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 24.4%. ഉപവിഭാഗത്തിന് ശരാശരി 13.6%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 10.8%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗം ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 17.349%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 71% കുറവാണ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം $2,686,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $1,574,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 70.6%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്നത് 0 പോയിന്റുകൾ. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം $157,900 ആണ്. ഉപവിഭാഗത്തിൽ ശരാശരി $68,100. ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം 132%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനം $647,000 ആണ്. ഉപവിഭാഗത്തിൽ $499,000. ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 30%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് 0.5 പോയിന്റ്. ഷെയറുകൾ ചെറുത് 0.8%. ഉപവിഭാഗ ശരാശരി 1.1%. ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ്. ഉപവിഭാഗത്തിൽ ഇതേ ലെവൽ 49%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $154 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $171 ആണ്. യഥാർത്ഥ വിലയുടെ ചലനാത്മകതയും സമവായ പ്രവചനവും ഏകദേശം 11%. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം, അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. കഴുലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം കഴുലത് ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു ഡീൽ തുറക്കരുത്. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. കഴുലത്.